Good morning, all. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ഓക്കെ. നമ്മൾ ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്കൊരു ചെറിയ പോർഷനും കൂടി എടുക്കാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എടുക്കാലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? കഴിഞ്ഞ ഭാഗങ്ങള് നോക്കിയിരുന്നോ? സാറ്റർഡേ സൺഡേ കിട്ടിട്ട് എന്തെങ്കിലും നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? കോഡ്സ് ഒന്നുകൂടി പറയണം. ഓക്കെ, കോഡ്സ് ആ ബോക്സ് അല്ലേ? ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ് അല്ലേ ഉദ്ദേശിച്ചേ? അല്ലെ? ഓക്കെ. അതില് ഫസ്റ്റ് വരുന്നത് കോഡ് റെഡ്. കോഡ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലില് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും തീപിടുത്തമുണ്ടായി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പുക വരുന്നത് കാണാണ്. അതിൽ എന്താണ് എന്തെങ്കിലും കത്തുന്നതായിട്ട് നമുക്കറിയാം. ഒരു സാധനം കത്തിക്കഴിയുമ്പോൾ നമുക്ക് സ്മെല്ല് വരാറില്ലേ? കത്തുന്ന ഒരു സ്മെല്ല് ഇല്ലേ? ഒരു ഗന്ധം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മണം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് കോഡ് റെഡ് അലേർട്ട് ചെയ്യുന്നു. കോഡ് റെഡ് ടീമിനെ അലേർട്ട് ചെയ്യുന്നു. അത് അറിയിക്കാനായിട്ട് നമ്മുടെ ഫയർ മാനുവൽ അനുസരിച്ച് 5000 ഇൻഫോം 5000 വിളിച്ച് ഇൻഫോം ചെയ്യുന്നത്. കോഡ് റെഡ് അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അതാണ് നെക്സ്റ്റ് ബോക്സിൽ വരുന്നത്. അതില് ആദ്യം കോഡ് റെഡ് അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അലേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടെലിഫോൺ ഓപ്പറേറ്ററെ വിളിച്ച് പറയണം അല്ലേ? കോഡ് റെഡ് അലേർട്ട് ചെയ്യാനായിട്ട് ടെലിഫോൺ ഓപ്പറേറ്റർ വിളിച്ച് പറയാ. അതിനുശേഷം എന്താണ് ആ കോഡ് അത് ആ ഒരു പുക അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ്? റൈസ് പ്രോട്ടോകോൾ ആണ്. റൈസ് പ്രോട്ടോകോളില് 6 എന്ന് പറയുന്നത് എന്താണ്? റെസ്ക്യൂ. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷാപ്രവർത്തനം അല്ലെ? അപ്പൊ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ആ ഒരു തീപിടുത്തം ഉണ്ടായത് അതല്ലെങ്കിൽ ആ ഒരു പുക വരുന്ന ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുക? അവിടെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക, അവിടെ നിന്ന് മാറ്റുക. നെക്സ്റ്റ് എ എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ഫയർ അലാം അല്ലെ? ഒരു ഇപ്പൊ നമ്മ ഒരു അലേർട്ട് കൊടുക്കേണ്ടത് ആ ഒരു തീപിടുത്തം ഉണ്ടായ ഏരിയയിലുള്ള ആളുകൾ മാത്രമാണോ? ആണോ? ആണോ? എന്ത് ചെയ്യും? തീ സ്പ്രെഡ് ചെയ്യോ? മറ്റുള്ള ഏരിയയിൽക്കും കൂടി തീ സ്പ്രെഡ് ചെയ്യോ? ഇല്ലേ? അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസിലേക്കും അല്ലെ മറ്റുള്ള ഏരിയാസിലേക്ക് നമ്മൾ ഇൻഫോം ചെയ്യണ്ടേ? ഇൻഫോം ചെയ്യണം. അപ്പൊ നമ്മളിതിന്റെ അലേർട്ട് ആ ഒരു സൈറൻ അലേർട്ട് ആണ് കൊടുക്കുന്നതെങ്കിലോ ആ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ? നമ്മ വിളിച്ചു പറയുന്നതിൽ കൂടുതൽ നമ്മ അങ്ങനെയല്ലേ ഫയർ എഞ്ചിൻ പോകുന്നത്, ആംബുലൻസ് പോകുന്നതൊക്കെ എങ്ങനെയാ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്? ആ ഒരു അലാം കേൾക്കുമ്പോഴല്ലേ? സൈറൻ കേൾക്കുമ്പോഴാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? റൈസില് 6 എന്ന് പറഞ്ഞത് റെസ്ക്യൂ. എ എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവേറ്റ് എ ഫയർ അലാം. ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പുക വരുന്നുണ്ട് എന്നൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ്. എന്താണ് ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു തീ നമുക്ക് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാ ഡോസുകളും ജനലുകളും ക്ലോസ് ചെയ്തിടുകയാണ്. നെക്സ്റ്റ് ഈ എന്താണ്? എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ ഇഫ് പോസിബിൾ. എന്താണ് നമ്മൾ ഫയർ അണയ്ക്കണം അല്ലെ? എന്താണ്? എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ ഇഫ് പോസിബിൾ. നമുക്ക് പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? ഫയർ അണയ്ക്കുക, തീപിടുത്തം അണയ്ക്കുക. ക്ലിയർ ആയോ? പിന്നെ പറഞ്ഞിരിക്കുന്നത് നോട്ട് അലേർട്ട്
അതർ ബൈ ഷൗട്ടിങ്. നമ്മ വീടുകളിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ തൊട്ടടുത്തൊക്കെ തീപിടുത്തം ഉണ്ടായാല് നമ്മുടെ വീടുകളിൽ അലാം ഉണ്ടോ? നമ്മ എന്ത് ചെയ്യും? ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അല്ലെ, ബഹളം ഉണ്ടാക്കിയല്ലേ ആളുകളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത് അല്ലേ? ആണോ? അപ്പൊ അതേപോലെ എന്താണ്, ഷൗട്ട് ചെയ്തുങ്ങാട്ട് മറ്റുള്ളവരെ അറിയിക്കുക, അലേർട്ട് ചെയ്യുക. നെക്സ്റ്റ് കോളം പറയുന്നത് ഇൻ അതർ ഏരിയാസ് ഓർ ഏരിയ അവേ ഫ്രം ദ അലാം ലൊക്കേഷൻ ക്ലോസ്. ഈ ഏരിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏരിയയിലുള്ള എന്താണ് എല്ലാ ഏരിയാസിലും അവിടുത്തെ ഡോറുകളും പിന്നെ എന്താണ് ജനലുകളും നമ്മുടെ തീ അല്ലെങ്കിൽ പുക അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഡോസുകളും ക്ലോസ് ചെയ്യുക. പിന്നെന്താ, വാച്ച് ഫോർ സൈൻസ് ഓഫ് ഫയർ ആൻഡ് സ്മോക്ക് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഫയറുമായി ബന്ധപ്പെട്ട് സ്മോക്കുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൈൻ ബോർഡുകളൊക്കെ കാണിക്കില്ലേ? കണ്ടിട്ടുണ്ടോ? സൈൻ ബോർഡുകളൊക്കെ തീപിടുത്തം ഉണ്ടാകുന്നതൊക്കെ കാണിക്കുന്ന സൈൻ ബോർഡുകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ മറ്റുള്ളവരുടെ ശ്രദ്ധ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സൈൻ ബോർഡുകളും സൈൻ ബോർഡുകളൊക്കെ വാച്ച് ചെയ്യുക. പിന്നെ എന്താണ്, നമുക്കറിയാം പൊതുവേ നമ്മ പറയുന്നതാണ് അല്ലെ, തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. എലിവേറ്റേഴ്സ് കേട്ടിട്ടുള്ളതല്ലേ? അതാ ഡു നോട്ട് യൂസ് എലിവേറ്റേഴ്സ്. എന്താണ്, തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എലിവേറ്റേഴ്സ് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. റിപ്പോർട്ട് ടു ദ അസൈൻഡ് വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻസ്. നമുക്കറിയാം ഒരു തീപിടുത്തം അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് ലഭിച്ച ആളുകൾ ഉണ്ടാവും അല്ലെ? ഉണ്ടാവോ? ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകള്, അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകള് ആ ഒരു ഏരിയയിൽ വരുന്നത് വരെ അവരെ ആദ്യം റിപ്പോർട്ട് ചെയ്യുക. അവര് വരുന്നത് വരെ അവരെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ക്ലിയർ ആയോ അത്? അപ്പൊ അവർക്ക് അറിയാൻ പറ്റും. മിസ് അന്ന് ഫയർമാൻ സിനിമ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞല്ലേ. നെക്സ്റ്റ് പറയുന്നത് നമ്മ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പെട്രോൾ പമ്പുകളില്, ഹോസ്പിറ്റലില്, ഫ്ലാറ്റുകളിലൊക്കെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടോ? പിന്നെന്താണ്, ഹാളുകളിലൊക്കെ ഉണ്ടാവും. മാരേജ് ഒക്കെ നടക്കുന്ന കൺവെൻഷൻ സെന്റർ പോലെ വലിയ ഹാളുകളിലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്. അപ്പൊ അതിനെ ഉപയോഗിക്കേണ്ടത് ഒരു പാസ് എന്നുള്ള ഒരു കോഡാണ് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത്. പാസ് എന്നുള്ള ഒരു കോഡ്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, ഫസ്റ്റ് പാസില് പി പറയുന്നത് എന്താണ്, പുൾ ദ പിൻ. എന്താണ്, ആദ്യം തന്നെ അതിനൊരു പിൻ ഉണ്ടാവും, അത് നമ്മ വലിച്ചൂരുക അല്ലെ, പിൻ. പിന്നെ എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മ നോസില്, അതിന്റെ എച്ചത്തായിട്ട് നോസില് പോലെ ഉണ്ടാവുമല്ലോ നമ്മ വീടുകളില്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടോ, എയർ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? സൈക്കിളിന്റെ ഒക്കെ ടയറിന് എയർ അടിക്കില്ലേ? അപ്പൊ അതും എന്താണ്, അതും ആ ട്യൂബ് എങ്ങനെയാണ് അവിടെ ഒരു പിന്ന് പോലെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചേക്കല്ലേ, അവിടെ നിന്ന് ഊരിയിട്ടല്ലേ നമ്മ ആ നോസിലെടുത്ത് ആ ടയറുമ്മ ഫിറ്റ് ചെയ്യുന്നത്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആണോ? അപ്പൊ എന്താണ്, സൈക്കിൾ പമ്പ് അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മ അതും വന്ന് ആ പുള്ളത് പിന്നില്ലേ, പിന്നെ അത് വന്ന് ഊരിയെടുക്കല്ലേ ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ എയിമെയിൽ അല്ലെ, അതിന്റെ അറ്റത്തുള്ള ആ ട്യൂബിന്റെ അറ്റത്തുള്ള ആ നോസിൽ എന്ത് ചെയ്യാം, എയിം ചെയ്യുക. നമുക്ക് എങ്ങോട്ടാണ് അതിന്റെ ആ തീ അണക്കുന്നതിനുള്ള വാതകം എങ്ങോട്ടാണ് എത്തിക്കേണ്ടത്, സ്പ്രെഡ് ചെയ്യിക്കേണ്ടത്, ആ ഒരു സ്ഥലത്തേക്ക് എവിടെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അങ്ങോട്ട് എയിം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് നമുക്ക് ആ ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വിട്ടാലല്ലേ നമുക്ക് അത് കിടത്തി കളയാൻ പറ്റുള്ളൂ അല്ലേ. അതല്ലേ നമ്മൾ എയിം ചെയ്തിരുന്നത് കാര്യമുണ്ടോ? സൈക്കിൾ പമ്പ് എങ്ങനെയാണ്, നമ്മ അത് വെച്ച് ആ ട്യൂബിൽ വെച്ചിങ്ങാണിട്ട് നമ്മ ഞെക്കി കൊടുക്കണം അല്ലെ, പുഷ് ചെയ്ത് കൊടുക്കണ്ടേ, മുകളിൽ പൊക്കിങ്ങാട്ട് പുഷ് ചെയ്ത് കൊടുക്കണോ?
അതേപോലെ ഇത് എന്ത് ചെയ്യുക, അതിന്റെ ഹാൻഡിലുമ പിടിച്ച് സ്റ്റുസ് ചെയ്ത് കൊടുക്കണം, ഞെക്കി കൊടുക്കണം. എന്നാലാണ് ആ നോസിലിൽ കൂടി ഈ തീ അണയ്ക്കുന്നതിനുള്ള ആ ഒരു ഗ്യാസ്, ആ ഒരു വാതകം പുറത്തേക്ക് വരും. അപ്പൊ സ്റ്റുസ് ദ ഹാൻഡില് ഞെക്കുക. എസ് എന്ന് പറയുന്നത് സ്വീപ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ. നമ്മ ഒരു സൈഡിലേക്ക് മാത്രം ഈ ഗ്യാസ്, ഈ വാതകം എത്തിച്ചാൽ മതിയോ തീ അണയ്ക്കുന്നതിനുള്ളത്? തീ എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അവിടേക്കൊക്കെ നമ്മൾ ഈ വാതകം എത്തിച്ചു കൊടുക്കണം അല്ലെ, തീ അണയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്വീപ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ, എല്ലാ ഏരിയാസിലേക്കും ഇത് സ്വീപ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് എത്തിക്കുക. ക്ലിയർ ആയോ? റെഡ്. നെക്സ്റ്റ് പറയുന്നത് കോഡ് പിങ്ക്. കോഡ് പിങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മ പൊതുവെ പിങ്ക് കളറൊക്കെ ആർക്കായിരിക്കും? ലേഡീസ്, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിരിക്കും അല്ലെ, ബേബീസിനല്ലേ, ന്യൂ ബോൺ ഗേൾസിന് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ തീപിടുത്തം എന്ന് പറയുമ്പോ നമ്മൾ റെഡ് ആണ് അല്ലെ, തീ എന്ന് പറയുമ്പോ റെഡ് അല്ലേ, പെട്ടെന്ന് ഓർക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. മാറാതിരിക്കാനാണ് കേട്ടോ ഇതിന് ക്വസ്റ്റ്യൻ വരെ. അപ്പൊ കോഡ് പിങ്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ NICU അല്ലെ, കുഞ്ഞുങ്ങളിലെ കിടത്തുന്ന ICU, അങ്ങനെയുള്ള നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ വാർഡുകളിൽ നിന്നോ ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ മിസ്സാവില്ലേ, അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറുകളിൽ നിന്നോ ചെറിയ കുഞ്ഞുങ്ങളെ, ചൈൽഡിനെ അല്ലെങ്കിൽ ഇൻഫാന്റിനെ മിസ്സാവില്ലേ, ആ ഒരു സമയത്ത് കൊടുക്കുന്ന അലേർട്ട് ആണ് കോഡ് പിങ്ക്. ക്ലിയർ ആയത്? അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ അറിയാണ് എന്താണ്, നമ്മുടെ പീഡിയാട്രിക് വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്ന് അല്ലെങ്കിൽ NICUവിൽ നിന്ന് ഒരു കൊച്ചിനെ കാണാതെ വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ. അപ്പൊ എന്ത് ചെയ്യുക? അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ ഇൻഫാന്റ് ഓർ ചൈൽഡ് മിസ്സിംഗ്, നോട്ടിഫൈ ദ സെക്യൂരിറ്റി സൂപ്പർവൈസർ 1745. അപ്പൊ ഏത് നമ്പറിലേക്കാ വിളിച്ചു വരേണ്ടേ? നമ്മ ആദ്യം പറഞ്ഞു ഫയർ വന്നപ്പോ 5000ലേക്കാണ് അല്ലെ. അതേപോലെ കുഞ്ഞുങ്ങളെ മിസ്സായി കഴിയുമ്പോൾ നമ്മൾ ഏത് നമ്പറിലേക്കാ പറയേണ്ടത്? 1745ലേക്ക് വിളിച്ച് വിവരം അറിയിക്കുക. പിന്നെ എന്താണ്? സെക്യൂർ ദ ഇമ്മീഡിയറ്റ് ഏരിയ അല്ലെ. അപ്പൊ എന്താണ്? ഒരു ലേബർ റൂമിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് വാർഡിൽ നിന്നാണ് കാണാതെങ്കിൽ എന്ത് ചെയ്യണം? ആ വാർഡ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ സെക്യൂർ ചെയ്യണ്ടേ, സുരക്ഷിതമാക്കണ്ടേ. അവിടെ നിന്ന് പുറത്തേക്ക് ആരെയും അല്ലെ, അവിടേക്ക് വേറെ ആരെയും കേൾക്കാതിരിക്കണം അല്ലെ, ആരെ പുറത്തേക്ക് വിടാതായോ. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ ചെയ്യുന്നത്? അപ്പൊ അതേപോലെ എന്താണ്, ആ ഒരു സംഭവം നടന്ന ഏരിയ സെക്യൂരിറ്റി സുരക്ഷിതമാക്കുക. No one to enter or exit until the arrival of security staff. എന്താണ്? സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ ആരെയും അവിടെ നിന്ന് പുറത്തേക്കോ അതല്ലെങ്കിൽ പുറത്തു നിന്ന് ആരെയും പ്രവേശിപ്പിക്കാതിരിക്കുക. പിന്നെ എന്താണ്? നമ്മ സ്റ്റെയർവേസ്, വിശ്രമ മുറികള്, വെയിറ്റിംഗ് ഏരിയാസ് ഒക്കെ പരിശോധിക്കുക. ക്ലിയർ ആയില്ലേ? പിന്നെ പറയുന്നത് എന്താണ്? വലിയ പാസഞ്ചർ ബാഗ് ഒക്കെ ഇല്ലേ, ഡഫൽ ബാഗ് എന്ന് പറഞ്ഞാൽ വലിയ പാസഞ്ചർ ബാഗ്, നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്ന വലിയ ബാഗുകള്, അങ്ങനെയുള്ള ഡഫൽ ബാഗുകള്, അല്ലെങ്കിൽ വലിയ പാക്കേജസ്, അതായത് പൊതികളൊക്കെ കൊണ്ടുപോകുന്നത്, അതല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം ഡ്രസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും മറക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയോ ആണെങ്കിൽ എന്ത് ചെയ്യുക? അവരെ ക്വസ്റ്റ്യൻ ചെയ്യുക. എന്താണ് നിങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക. Okay, their clothing. In the event that someone is observed that fits into above category. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാറ്റഗറിയില് വലിയ ഡഫൽ ബാഗ് ആയിട്ട് ആരെങ്കിലും പോണത് കാണുകയോ അല്ലെങ്കിൽ പാക്കേജസ് ആയിട്ട് പോണത് കാണുകയോ അല്ലെങ്കിൽ അവര് ഡ്രസ്സിന്റെ അടിയിൽ എന്തെങ്കിലും മറക്കുകയായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മ എന്ത് ചെയ്യുക? അവരെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. പിന്നെ എന്താണ്? സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കണം അല്ലെ. അവർ നമ്മുടെ കണ്ണിൽ നിന്ന് മറയാതെ അവർ എങ്ങോട്ടേക്കാ പോകുന്നത് അല്ലെ, അതിനെ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആ ഒരു നമ്മിങ്ങനെ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ പറഞ്ഞു അല്ലെ, ഡഫൽ ബാഗ് ആയിട്ട് പോകുന്നത്, പാക്കേജസ് ആയിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും കണ്ണിൽ പെടുകയാണെങ്കിൽ എന്താണ്? ആ സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ അല്ലെ എന്താണ്? അവര് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അനുവദിക്കാതെ നമ്മൾ അവരെന്ത് ചെയ്യാം?
ശ്രദ്ധിക്കാണ്. പിന്നെ ഡു അറ്റംപ്റ്റ് ടു ഷാൾ പേഴ്സൺ ഇൻ എനി വേ പോസിബിൾ ഇഫ് ദ പേഴ്സൺ ഡസ് ഗെറ്റ് ഇൻ ടു എ വെഹിക്കിൾ. ആ ഒരു പേഴ്സൺ എന്താണ്, നമുക്കൊരു സംശയം തോന്നിയ ഒരാള് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്, ഒരു വെഹിക്കിളിൽ കയറി പോകാൻ നോക്കുകയാണെങ്കിൽ നമ്മ ആ വെഹിക്കിളിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെ, വെഹിക്കിളിന്റെ കളർ എന്താണ്, നമ്പർ എന്താണ്, ഏത് മോഡലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതെന്ത് ചെയ്യുക, സെക്യൂരിറ്റി സൂപ്പർവൈസറെ അറിയിക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ച് മിസ് പറഞ്ഞല്ലോ, എന്താണ്, ഹോസ്പിറ്റൽ എന്തെങ്കിലും സ്പില്ലേജ്, കെമിക്കൽ ഹസാഡസ് മെറ്റീരിയലിന്റെ ചോർച്ച സംഭവിക്കുക അല്ലെ, മെർക്കുറി സ്പില്ലേജ് അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് അല്ലെങ്കിൽ എന്താണ് ഹസാഡസ് ആയിട്ടുള്ള എന്താണ് ഡ്രഗ്സുകളുടെ ചോർച്ചകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അലേർട്ട് ചെയ്യുന്നതാണ് കോഡ് റെഡ്, കോഡ് ഓറഞ്ച്, മറ്റുള്ളവരെ അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇങ്ങനെയുള്ള വാതകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യാണ്, ചോർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും അല്ലെ, കണ്ടാമിനേഷൻ ഓഫ് ദി എൻവയോൺമെന്റ്. അപ്പൊ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ചോർച്ച നമ്മൾ തടയണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കോഡ് റെഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യുന്നത്. ഇഫ് ദ സ്പിൽ ഈസ്, എന്താണ് ആ സ്പില്ല് നടന്നത്, ആ നമ്മ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണെങ്കിൽ അവിടുത്തെ പീപ്പിൾസിനെ അല്ലെ, പേഷ്യൻസിനെ റിമൂവ് ചെയ്യുക, മാറ്റുക. പിന്നെ എന്താണ്, നമ്മൾ ടെലിഫോൺ ഓപ്പറേറ്ററെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യാനായി പറയുക. നമുക്കറിയാം ഈ ഡിസാസ്റ്റർ എടുത്തപ്പോ തന്നെ മിസ് ഫസ്റ്റ് പറഞ്ഞു അല്ലെ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഓർമ്മയുണ്ടോ? അതെന്താണ്, ഗ്യാസ് ലീക്കേജ് വന്നതല്ലേ, ആ ഒരു കെമിക്കലിന്റെ ലീക്കേജ് വന്നിട്ടല്ലേ ആ ഒരു ഏരിയയിലുള്ള ആളുകൾ അത്രയും പേര് മരിച്ചു പോയത് ആണോ? അപ്പൊ ഇങ്ങനെയുള്ളൊരു കെമിക്കൽ ലീക്കേജ് അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് മാത്രമാണോ അപകടങ്ങൾ ഉണ്ടാകുന്നത്, റിസ്കുകൾ ഉണ്ടാകുന്നത്? അല്ല അല്ലെ. അപ്പൊ എന്താണ്, മറ്റുള്ള ഏരിയയിലുള്ള ആളുകളെ അലേർട്ട് ചെയ്യണ്ടേ നമ്മ? അപ്പൊ അതാണ് അലേർട്ട് അതർ ഇൻ ദ ഏരിയാസ്, എന്താണ് മറ്റുള്ള ഏരിയാസിലുള്ള ആളുകളെയും അലേർട്ട് ചെയ്യുക. പിന്നെ എന്താണ്, നമുക്ക് പരമാവധി സാധ്യമാകുന്ന രീതിയിൽ എത്രയും വേഗം ആ സ്കില്ല്, ആ ചോർച്ച പരിമിതപ്പെടുത്തുക. പിന്നെ എന്താണ്, നമുക്കറിയാം ഇപ്പൊ റോഡിലൊക്കെ എന്തെങ്കിലും വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ആ ഒരു ഏരിയ ക്ലോസ് ചെയ്യില്ലേ, ആവശ്യമായ സൈനുകളൊക്കെ വെച്ചിങ്ങാണ്ട് ക്ലോസ് ചെയ്യാറില്ലേ, കണ്ടിട്ടില്ലേ? അതേപോലെ എന്താണ്, കർട്ടൻ ഓഫ് ദ ഏരിയ ആൻഡ് പോസ്റ്റ് വാർണിംഗ് സൈൻ. ഇതിന് ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് അല്ല എന്താണ് സോറി ഇങ്ങനെ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട് എന്നറിയേണ്ടതിനുള്ള വാർണിംഗ് സൈനോട് കൂടി ആ ഏരിയ ക്ലോസ് ചെയ്യുന്നു. പിന്നെ എന്താണ്, നമ്മ ഈ ഒരു സ്പില്ല് ചോർച്ച സംഭവിച്ചു കഴിഞ്ഞാല് PPE കിറ്റുകൾ അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റുകൾ ധരിക്കാതെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്പിൽ കിറ്റുകൾ എങ്ങനെയായിരിക്കണം, അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം അല്ലെ. നമ്മ കഴിഞ്ഞ ക്ലാസ്സിലല്ല ഇതിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസിലല്ലേ പറഞ്ഞത്, അവര് ധരിക്കുന്ന PPE കിറ്റുകള് ഗ്ലൗസുകളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, ലൂസ് ആവാൻ പാടില്ല, ടൈറ്റ് ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? അതേപോലെ എന്താണ്, ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്പിൽ കിറ്റുകൾ വേണം ഇവർ ധരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ആ ക്ലീനിങ് പർപ്പസ് ഒക്കെ കഴിഞ്ഞു, ക്ലീനിങ് പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാല് ആ സ്പിൽ കിറ്റുകൾ അല്ലെങ്കിൽ ആ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് രീതിയിൽ അവർ ഡിസ്പോസ് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, അക്കൗണ്ട് ഫോർ ഓൾ എന്താണ് ഈ ഒരു ഏരിയയിൽ അല്ലെ, ഈ ഒരു ലീക്കേജ് സംഭവിച്ച ആ ഒരു ഏരിയയിലെ ആളുകളെ മാത്രമാണ് അത് ബാധിക്കുന്നത്, എല്ലാ പീപ്പിൾസിനെ അല്ലെ, അവിടെയുള്ള എല്ലാ ആളുകളെയും അത് ബാധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്, ക്ലീനിങ് പ്രൊസീജിയറിന്റെ ഇടയ്ക്ക് എന്താണ്, നമ്മുടെ സ്കിന്നിലെങ്ങാനും അതിന്റെ ഒരു തുള്ളി തെറിക്കാണ്, നമ്മുടെ ഈ കെമിക്കലോ അല്ലെങ്കിൽ മെർക്കുറിയോ അങ്ങനെയുള്ള ഒരു തുള്ളി തെറിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 5 മിനിറ്റ് നമ്മൾ സോപ്പ് ഇട്ട് കഴുകി 5 മിനിറ്റ് എന്ത് ചെയ്യാ, തുടർച്ചയായിട്ട് ആ ഒരു ഏരിയയിലേക്ക് വെള്ളം വീഴ്ത്തണം, വെള്ളം ഒഴിക്കണം. 5 minutes
ഓർ ഷവർ തെറാപ്പി എന്താണ്, അല്ലെങ്കിൽ ഷവറിന്റെ അടിയിൽ സോപ്പ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് തുടർച്ചയായി ആ ഒരു ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക. പിന്നെ കൂടാതെ എന്ത് ചെയ്യണം, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിനെയോ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറെയോ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെയോ എത്രയും പെട്ടെന്ന് വിവരം അറിയിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് ചോദിക്കുക, വാങ്ങുക. ക്ലിയർ ആയത്? നമുക്കറിയാം ഒരു ചെറിയ എന്തെങ്കിലും തെറിച്ചു കഴിഞ്ഞാൽ അല്ലെ, കെമിക്കൽസ് ഒക്കെ തെറിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കൊള്ളൂല്ലേ, കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം, ചിലപ്പോ ആ ഭാഗമൊക്കെ ആകെ ഇൻഫെക്ഷൻ ആയി പോകും അല്ലേ, അവരാ ഒരു ഏരിയ മൊത്തം ഇൻഫെക്ഷൻ ആയിപ്പോകും. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ എന്താണ്, അവർക്ക് ആവശ്യമായ മെഡിക്കൽ അഡ്വൈസ് വേഗം ചോദിക്കണം അല്ലെ, എത്രയും പെട്ടെന്ന് അവർ മെഡിക്കൽ അഡ്വൈസ് എടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിനെയോ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറെയോ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെയോ വിളിച്ച് എത്രയും പെട്ടെന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ് ആവശ്യപ്പെടുക. ക്ലിയർ ആയത്? മിസ് അവിടെ വരെ എടുത്തതാണ്, പറയാൻ പറഞ്ഞ അന്നോണ് മിസ് എടുത്തത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് കോഡ് ബ്ലൂ മിസ് എടുത്തിട്ടുണ്ട്. കോഡ് ബ്ലൂ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഓർമ്മയുണ്ടോ? എന്താണ്, എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാർഡിയാക് അറസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റുമായിട്ടോ അല്ലെ, ഒരു പേഷ്യന്റിനെ കൊണ്ട് കാർഡിയാക് അറസ്റ്റുമായിട്ടോ അതല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ അവർക്ക് എന്ത് കൊടുക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ, ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, അതിനു വേണ്ടി കൂടുതൽ ട്രെയിനഡ് ആയിട്ടുള്ള ആളുകൾ ആ ഏരിയയിലേക്ക് എത്തണ്ടേ, ഡോക്ടേഴ്സ് എത്തണം, സ്റ്റാഫുകൾ എത്തണം അല്ലെ, നഴ്സിംഗ് സ്റ്റാഫുകൾ എത്തണം, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എത്തണം അല്ലെ, ആണോ? അപ്പൊ അതിനു വേണ്ടി അവരെ അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ, റിപ്പോർട്ട് ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ നമ്പർ എന്താണ്, 6664 അല്ലെ. ഏത് നമ്പറിലേക്കാണ് ഒരു വിവരം അറിയിക്കുന്നത്? 6664ലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യാ, ബിഗിൻ CPR ACLS പ്രോട്ടോകോൾസ് അല്ലെ, എന്താണ് CPRO അല്ലെങ്കിൽ ACLS പ്രോട്ടോകോളുകളോ സ്റ്റാർട്ട് ചെയ്യുക. CPR എന്ന് പറഞ്ഞാൽ എന്താ? കാർഡിയോ മിസ് എടുത്തിട്ടുണ്ട്. എന്താണ്? മറന്നുപോയ കാർഡിയോ പൾമനറി റെസൂസിറ്റേഷൻ അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, CPR പോലുള്ള ട്രീറ്റ്മെന്റുകളോ അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, അഡ്വാൻസ്ഡ് ACLS എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടുകൾ. അപ്പൊ നിങ്ങൾ ഡിഫിബ്രിലേറ്റർ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഡിഫിബ്രിലേറ്റേഴ്സ് ഇങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്. അതെന്താണ് ഡിഫിബ്രിലേറ്റർ? എന്താണ്, നമ്മുടെ ഹാർട്ടിലേക്ക് എന്ത് കൊടുക്കാണ്, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാണിട്ട് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരിച്ചു കൊണ്ടുവരാണ് അല്ലെ, ആണോ? അപ്പൊ അതൊക്കെ എന്താണ്, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടുകൾ അല്ലേ, നമ്മ പുറമേ നിന്ന് കൊടുക്കുന്ന അല്ലെ, അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെ, നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ACLS പോലുള്ള അഡ്വാൻസ്ഡ് കാർഡിയോ എഴുതാട്ടോ, ചോദിക്കുന്നതാണ് കേട്ടോ. എന്താണ് അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്? അങ്ങനെയുള്ള പ്രോട്ടോകോളുകൾ അവരെന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, ആ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ലൈഫ് സപ്പോർട്ടുകൾ അവർക്ക് കൊടുക്കുക. ക്ലിയർ ആയത്? പിന്നെ എന്ത് ചെയ്യുക, ആ ഒരു പേഷ്യന്റ് കിടക്കുന്ന ഏരിയസിൽ നിന്ന് നമ്മൾ വിസിറ്റേഴ്സിനെ റിമൂവ് ചെയ്യണ്ടേ. നമ്മൾ പറയാറില്ലേ, പൊതുവെ ഒരാൾക്ക് ക്ഷീണം വരെയാണ്, തലകറക്കം വരെയാണ് അല്ലെ, അപ്പൊ നമ്മൾ പറയാറില്ലേ, എല്ലാവരും മാറി നിൽക്കുക, അവർക്കൊരു വായു കിട്ടിക്കോട്ടെ അല്ലെ, എയർ കിട്ടിക്കോട്ടെ എന്ന് നമ്മൾ പറയാറില്ലേ. അതേപോലെ എന്താണ്, ഇവരുടെ അടുത്ത് നിന്ന് വിസിറ്റേഴ്സിനെ റിമൂവ് ചെയ്യുക ആ ഒരു ഏരിയയിൽ നിന്ന്. ക്ലിയർ ആയോ? പിന്നെ എന്താണ്,
ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. നമ്മ പറഞ്ഞു എല്ലാ ഏരിയസിലും അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിക്കോട്ടെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ, ഹോസ്പിറ്റൽ ഏതൊരു പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്താണ് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അല്ലെ, ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ ഉണ്ടോ ഫാർമസി ഇല്ലേ. അപ്പൊ എന്താണ് ഈ കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയേഴ്സും അവർ ഫോളോ ചെയ്യേണ്ട. കൂടാതെ ഫ്ലിബോട്ടമി ആൻഡ് ECG സർവീസ് എന്താണ്, ഇവരുടെ ടെസ്റ്റുകൾക്ക് വേണ്ടി ഈ ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കേണ്ടി വരും അല്ലെ, ബ്ലഡ് സാമ്പിൾ എടുക്കേണ്ടി വരും, അവര് ECG എടുക്കേണ്ടി വരും അല്ലെ, ഹാർട്ടിന്റെ പ്രവർത്തനം അറിയുന്നതിന് വേണ്ടിയിട്ട് ECG എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകളൊക്കെ ചെയ്യുക. ക്ലിയർ ആയോ? ഫ്ലിബോട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്, ലബോറട്ടറിയിൽ എടുത്തിട്ടുണ്ട് മിസ്, ഓർമ്മയുണ്ടോ? ടെസ്റ്റുകൾക്ക് വേണ്ടി പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കില്ലേ, അതാണ് ഫ്ലിബോട്ടമി. ഇപ്പൊ ഡ്രോപ്പ് 5 ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഡ്രോപ്പ് 5 ടെസ്റ്റ് ഇല്ല, ആരും കേട്ടിട്ടില്ല? ഡ്രോപ്പ് 5 ടെസ്റ്റ് എന്ന് പറഞ്ഞാല് അതിന്റെ റിസൾട്ട് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടാണ് അവർക്ക് നെഞ്ചുവേദനയോ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതെങ്കിൽ ആ ഒരു ടെസ്റ്റ് അവര് നടത്തുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ബ്ലഡ് കളക്ട് ചെയ്തിട്ടാണ് ആ ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പെട്ടെന്ന് എന്നുവെച്ചാൽ ബാക്കി ഇപ്പൊ ECG കഴിഞ്ഞ് ഒരു എക്കോ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ അവർ ഒരുപാട് ടൈം അവർക്ക് ആവശ്യമായിട്ട് വരുന്നില്ലേ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ്, അതിക്ക് മുമ്പ് ഈ ഒരു ചെറിയ ടെസ്റ്റിലൂടെ ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ എന്ന് തോന്നുന്നുണ്ട്, അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടാണ് അല്ലെ, ഈ പേഷ്യന്റിന് ഹാർട്ടിനും എല്ലാം കംപ്ലൈന്റ് ആണോ എന്ന് പെട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവർ പെട്ടെന്ന് ഫർദർ പ്രൊസീജിയേഴ്സും ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. HIV ടെസ്റ്റ് ഇല്ല, 1 hour ആണ് അല്ലെ. ഓക്കെ, അത് ഓരോ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്താണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കണം അല്ലെ. അപ്പൊ അതാണ് ഫ്ലിബോട്ടമീസ് ടെസ്റ്റ്, ECG സർവീസുകളൊക്കെ സെൻഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് പറയുന്നത് റെസ്യൂം നോർമൽ ഓപ്പറേഷൻസ്. എന്താണ്, ആ ഒരു ആക്സിഡന്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ നോർമൽ ഓപ്പറേഷൻസ് നടത്തുക. കൂടാതെ എന്താണ്, only designated team members will respond to the CPR area അല്ലെ. എന്താണ്, CPR ഏരിയയിൽ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ലേ നിൽക്കേണ്ടതുള്ളൂ. അതുമായി ട്രെയിനിങ് ലഭിച്ച ആളുകള്, കാർഡിയോളജി ഡോക്ടേഴ്സ് അല്ലെ, കാർഡിയോളജി ഡോക്ടേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന നഴ്സുമാര്, അവരൊക്കെ നിൽക്കേണ്ടതുള്ളൂ അല്ലെ. അവര് കുറച്ചും കൂടി എക്സ്പീരിയൻസ് കാർഡിയോളജി അല്ലെ, ആ ഒരു പേഷ്യന്റിനെ നോക്കാൻ കുറച്ചും കൂടി എക്സ്പീരിയൻസും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവര് മാത്രം ആ ഒരു ഏരിയയിൽ നിൽക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് കോഡ് യെല്ലോ മേജർ. കോഡ് യെല്ലോ മേജർ എന്ന് പറഞ്ഞാല് ഒരു എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാല് അലേർട്ട് കൊടുക്കുന്നതാണ് കോഡ് യെല്ലോ. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഹാസ് occurred, ഒരു എക്സ്റ്റേണൽ പുറത്തല്ലേ നമ്മ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിന് കുറെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ് അല്ലെ, കോംപ്ലക്സ് എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് അല്ലെ, ഓട്ടോമൊബൈൽ ആക്സിഡന്റ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോഴാണ് കോഡ് യെല്ലോ അലേർട്ട് ചെയ്യുന്നത്. The hospital will be receiving patients in excess normal അല്ലെ. നമ്മ പറഞ്ഞു ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹോസ്പിറ്റലില് സാധാരണയുള്ളതിൽ കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ. സാധാരണ കൊണ്ടുവരുന്നതിൽ കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്നു അല്ലെ. ഹോസ്പിറ്റലുകാര് റിസീവ് ചെയ്യേണ്ടതായിട്ട് സ്വീകരിക്കേണ്ടതായി വരുന്നു.
അപ്പൊ നോക്കിയേ, ലൊക്കേറ്റ് ആണ് നമ്മ പറഞ്ഞു ഫസ്റ്റ് ഈ ചാപ്റ്റർ എടുത്തപ്പോ പറഞ്ഞു അല്ലെ, ആദ്യം അവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസ് അല്ലെ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്ററിന് മുമ്പുള്ള ഘട്ടത്തിൽ അവരെന്താ ചെയ്യുന്നത്, പ്ലാൻ തയ്യാറാക്കാണ് അല്ലെ, പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ഓരോ ഏരിയാസിലേക്കും അനുയോജ്യമായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നുണ്ടോ, എമർജൻസി ആക്ഷൻ പ്ലാൻ, എമർജൻസി പ്ലാൻ തയ്യാറാക്കുന്നുണ്ടോ, പറഞ്ഞു ഓർമ്മയുണ്ടോ, ഉണ്ടല്ലേ. അതനുസരിച്ചല്ലേ അവർ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് ആ ഒരു എമർജൻസി പ്ലാൻ അനുസരിച്ചല്ലേ എല്ലാ ഏരിയാസിലും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ലൊക്കേറ്റ് ആൻഡ് ഫോളോ എമർജൻസി ആക്ഷൻ പ്ലാൻസ് മാനുവൽ. എന്താണ് എമർജൻസി ആക്ഷൻ പ്ലാൻ? അവര് ലൊക്കേറ്റ് ചെയ്യുകയും അല്ലെ അത് സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഫോളോ ചെയ്യുകയും അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവർ ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ അലേർട്ട്, ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ആക്ടിവേറ്റ് ദെയർ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ പ്ലാൻ ആസ് ഔട്ട്ലൈൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അല്ലെ, ഓരോ ഏരിയാസിലെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ അലേർട്ട് ചെയ്യുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ പോലെ ആയിരിക്കോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്? അല്ലെങ്കിൽ അല്ല അല്ലെ, അവിടെ വേറൊരു എമർജൻസി പ്ലാൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോ ഏരിയാസിലേക്കും അനുയോജ്യമായി പറഞ്ഞിട്ടുള്ള പ്ലാനുകൾ അനുസരിച്ച് അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തുക. പിന്നെ എന്താണ് എമർജൻസി പ്രൊസീജിയർ മാനുവൽ. CMO should report the emergency operation center in charge located in the nursing administration 1847. എന്താണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് വിളിച്ച് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനെ വിളിച്ചുകൊണ്ട് 1847 വിളിച്ച് കോഡ് യെല്ലോ മേജർ അലേർട്ട് ചെയ്യാനായി പറയുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ്, check over all status of ER departments such as facilities, supplies and other staffing needs. അല്ലെ, പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ എമർജൻസി റൂമിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് വേണം, ഒരുപാട് ആളുകളെ കൊണ്ടുവരും അല്ലെ, ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരില്ലേ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെ, സൗകര്യങ്ങള്, റിസോഴ്സുകളുടെ സപ്ലൈകള്, പിന്നെ എന്താണ് സ്റ്റാഫുകളൊക്കെ ഉണ്ടോന്ന് ഉറപ്പുവരുത്തണ്ടേ, അവരുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് ചെക്ക് ഓവർ ഓൾ സ്റ്റാറ്റസ്. എമർജൻസി റൂമിലെ എന്താണ് ഫെസിലിറ്റീസിനെ കുറിച്ച്, അവർക്ക് റിസോഴ്സുകളുടെ സപ്ലൈസിനെ കുറിച്ച്, അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങള് വിലയിരുത്തുക. നെക്സ്റ്റ്, നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ്. ഒന്നില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് അല്ലെങ്കിൽ കോർഡിനേറ്ററിനെ നോട്ടിഫൈ ചെയ്യിക്കുക. എന്തെങ്കിലും കുറവുകള് അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിവരം അറിയിക്കുക. നെക്സ്റ്റ് എന്താണ്, ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സെൻഡ് എക്സ്ട്രാ സ്റ്റാഫ് ടു ദ എമർജൻസി റൂം പേ. എന്താണ് നമുക്കറിയാം, ചിലപ്പോ എന്താണ് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ അനുപാതത്തില് നമുക്ക് സ്റ്റാഫുകൾ ഉണ്ടാവില്ല അല്ലെ, എമർജൻസി റൂമുകളില് ഉണ്ടാവോ? ഇപ്പൊ ഒരു 100 പേഷ്യന്റിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അത് കൊണ്ടുവന്നു കഴിഞ്ഞാല് അവർക്ക് ആവശ്യമായിട്ടുള്ള അത്രയും സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, മറ്റുള്ള ഏരിയാസില് കൂടുതലുള്ള സ്റ്റാഫുകളെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ജോലിക്കായി നിർത്തണ്ടേ. എന്താണ് പറയുന്നത്, ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് എക്സ്ട്രാ സ്റ്റാഫ് ടു എമർജൻസി റൂം. എന്താണ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റില് കൂടുതലുള്ള സ്റ്റാഫുകളെ എമർജൻസി റൂമിലേക്ക് അയക്കുക. ഓക്കെ ആയോ? നെക്സ്റ്റ് വരുന്നത്, ആസ് ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് അറൈവ്സ് ഈച്ച് പേഴ്സൺ വിത്ത് എ റോൾ ഇൻ ദ എമർജൻസി മാനുവൽ പ്ലാൻ വിൽ റിസീവ് എ ജോബ് ആക്ഷൻ ഷീറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ് ആ ഇതുമായി അല്ലെ, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് കമാൻഡുകൾ കൊടുക്കാൻ അധികാരപ്പെട്ട സ്റ്റാഫുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലെ, ഡെസിഗ്നേറ്റഡ് സ്റ്റാഫുകള് പറഞ്ഞോ, ഇൻസിഡന്റ് കമാൻഡർ അല്ലെ, ഇൻസിഡന്റ് കമാൻഡർ ഒക്കെ പോലെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള
ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് വന്നിട്ട് ഓരോ സ്റ്റാഫുകളുടെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ ഹോസ്പിറ്റലില്. അപ്പൊ എമർജൻസി ഓരോ സ്റ്റാഫുകളുടെയും റോള് ആ എമർജൻസി മാനുവൽ പ്ലാൻ അനുസരിച്ച് ഓരോരുത്തരുടെയും ജോബ് ഡ്യൂട്ടീസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് all other on duty staff not otherwise assigned to ER position should remain in their department and maintain normal operation. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഡ്യൂട്ടിക്ക് ഇടാത്ത മറ്റ് സെക്ഷനിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, എല്ലാവരെയും എമർജൻസി റൂമിൽ നിർത്താനല്ലേ. അപ്പൊ അവിടെ നിർത്താത്ത ബാക്കി സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ സാധാരണ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുക. ക്ലിയർ ആയോ? എമർജൻസി റൂമില് ഡ്യൂട്ടിക്ക് ഇട്ടവര് അവിടെ തന്നെ നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുക. ബാക്കി ഏരിയാസിലുള്ളവര് അവരുടെ സാധാരണ നോർമൽ പ്രവർത്തനങ്ങൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് കോഡ് വയലറ്റ്. കോഡ് വയലറ്റ് എന്താണെന്ന് നോക്കിയേ. Assistance is needed with an out of control patient individuals. എന്താണ് ചില പേഷ്യൻസിന് നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ, നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ മാനസിക വിഭ്രാന്തി കൊണ്ടാവാം അല്ലെ, മെന്റൽ ഡിസോർഡേഴ്സ് കൊണ്ടാവാം. ആണോ? ഇല്ലേ? അങ്ങനെ വരില്ലേ സൈക്യാട്രി സെക്ഷനിലൊക്കെ? അക്രമ സ്വഭാവമുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലേ? അപ്പൊ ആ ഒരു സമയത്ത് അലേർട്ട് കൊടുക്കുന്നതാണ് കോഡ് വയലറ്റ്. ക്ലിയർ ആയോ? കോഡ് പിന്നെ അതിലൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വെൻ where a gun or weapon may be involved. ഒരാള് വെപ്പണുമായിട്ടോ ആയുധങ്ങളുമായിട്ടോ അതല്ലെങ്കിൽ ഗണ്ണുമായിട്ടോ വരികയാണെങ്കിൽ നമുക്ക് കോഡ് വയലറ്റ് അലേർട്ട് ചെയ്യില്ല. അതല്ലാണ്ട് എന്താണ്, നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ ഔട്ട് ഓഫ് കൺട്രോൾ ഒരു പേഷ്യന്റ്, അതായത് മാനസിക വിഭ്രാന്തി ഉള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആവുമ്പോഴാണ് നമുക്ക് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇതെന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കിയേ. ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷിയേറ്റ് കോഡ് വയലറ്റ്. എന്താണ്, നമ്മ എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് കോഡ് വയലറ്റ് ഇനീഷിയേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുക, അലേർട്ട് ചെയ്യാൻ പറയുക. ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ. നമ്മ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം പറഞ്ഞാൽ മതിയോ? ഏത് ലൊക്കേഷനിലാണ് പേഷ്യന്റ് വയലന്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെ, എന്നാലല്ലേ അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. കൂടാതെ ഏത് ലൊക്കേഷനിലാണ് പേഷ്യന്റ് ഇങ്ങനെ വയലന്റ് ആയി നിൽക്കുന്നത് ആ ഒരു ലൊക്കേഷനും കൂടി പറഞ്ഞു കൊടുക്കുക. കൂടാതെ എന്താണ്, കോണ്ടാക്ട് സെക്യൂരിറ്റി ആൻഡ് നഴ്സിംഗ് സൂപ്പർവൈസർ. ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെക്യൂരിറ്റി സൂപ്പർവൈസറെയും നഴ്സിംഗ് സൂപ്പർവൈസറെയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് വിവരങ്ങൾ പറയുക. നെക്സ്റ്റ് ഓക്കെ, do not attempt to control out of control individual or individuals. ചിലപ്പോൾ ഒരാളാവാം അതല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. സെക്യൂരിറ്റി will provide instruction for responding personnel on the type of assistance required. ആ ഒരു പേഴ്സണെ നമ്മ എന്താണ്, സെക്യൂരിറ്റി സൂപ്പർവൈസർ സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മ അവരെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. എന്താണ്, ചിലപ്പോ നമുക്ക് എന്തെങ്കിലും മുറിവുകളോ ഇഞ്ചറീസ് ഒക്കെ പറ്റാലേ അവര് നമ്മളെ കീഴ്പ്പെടുത്തിയിട്ട് ഇല്ലേ. അപ്പൊ സെക്യൂരിറ്റി സ്റ്റാഫുകൾക്ക് അറിയാം അല്ലെ, ഓരോരുത്തരെയും എങ്ങനെ ഇതാക്കണം എന്ന് അവർക്കറിയാലോ, കൺട്രോൾ ചെയ്യണമെന്ന് സെക്യൂരിറ്റിക്കാർക്ക് കുറച്ചും കൂടി അറിവുണ്ടാവും അല്ലെ, അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും കുറച്ച് വലിയ ഹോസ്പിറ്റലിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഒക്കെ ആരായിട്ടാണ് നിൽക്കുന്നത്? ആരായിരിക്കും? വലിയ ആളുകൾ, വലിയ പൊസിഷനിലുള്ളവര്, സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടല്ല. എക്സ് മിലിറ്ററി ഓഫീസേഴ്സ് ഒക്കെ ഇല്ലേ, എക്സ് മിലിറ്ററി ഓഫീസേഴ്സ്, എക്സ് സർവീസിലുള്ള ആളുകളെയാണ് അവര് നിർത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവര് കുറച്ചും കൂടി ട്രെയിനഡ് ആയിരിക്കും അല്ലേ,
എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, ട്രെയിനഡ് ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു പേഴ്സണെ, അതായത് ഇൻഡിവിജ്വൽസിനെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന് അവർക്ക് അറിയാൻ പറ്റും. ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണം അവരെ നിയന്ത്രിക്കാനായിട്ട്. ക്ലിയർ ആയത്? Responding personal on the type of assistance required. അവർക്ക് ഏത് ടൈപ്പ് അസിസ്റ്റൻസ് ആണ് വേണ്ടതെന്ന് ഈ നമ്മുടെ സെക്യൂരിറ്റി ജോലിക്കാർക്ക് അറിയും. അപ്പൊ അതിനനുസരിച്ച് വേണം ആ ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് നോക്കി, ഡു നോട്ട് കൺട്രോൾ ദ ഇൻഡിവിജ്വൽ. കൺട്രോൾ എന്നാണ് കേട്ടോ, അത് കൺട്രോൾ എന്നാണ് കേട്ടോ. കൺട്രോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്, കൺട്രോൾ എന്നാണ്. CON ക്ലിയർ ചെയ്യാതെ. Do not control the individual with the weapons. എന്താണ്, നമ്മ ആ ഇൻഡിവിജ്വലിനെ ഒരിക്കലും എന്തുകൊണ്ട് നേരിടാൻ പാടില്ല? വെപ്പൺസ് കൊണ്ടൊന്നും നേരിടാൻ പാടില്ല അല്ലെ. ചിലപ്പോ കയ്യാങ്കളി, നമ്മ മൽപ്പിടുത്തത്തിന്റെ ഇടയിൽ ചിലപ്പോ മുറിവുകൾ ഏൽക്കാം അല്ലെ. നമുക്കും ആ ഒരു ഇൻഡിവിജ്വലിന് മുറിവുകൾ ഏൽക്കാലോ. അപ്പൊ ഒരിക്കലും നമ്മ എന്താണ് വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടാനായിട്ട്, കൺട്രോൾ നിയന്ത്രിക്കാനായി പാടില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് എടുത്തോട്ടെ. കോഡ് ബ്രൗൺ. ഓക്കെ, കോഡ് ബ്രൗൺ. An adult patient is missing, lost or abducted. എന്താണ്, ഒരു അഡൾട്ടിനെ മിസ്സാണ്. നമ്മ ഫസ്റ്റ് കോഡ് പിങ്ക് പറഞ്ഞപ്പോ ആരാ മിസ്സായില്ല പറഞ്ഞേ? ഇൻഫാന്റിനെയോ ചൈൽഡിനെയോ അല്ലെ. മാറിപ്പോവരുതട്ടാ. ഇവിടെ പറയുന്നത് അഡൾട്ടിനെ അല്ലെ, മുതിർന്ന ഒരാളെ മിസ്സായി കഴിയുമ്പോഴാണ് നമ്മ എന്ത് അലേർട്ട് ചെയ്യുന്നത്? കോഡ് ബ്രൗൺ അലേർട്ട് ചെയ്യുന്നത്. ലോസ്റ്റ് ഓർ അബ്ഡക്റ്റ് അല്ലെ, ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് കാണാതാവുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യാ, തട്ടിക്കൊണ്ടു പോകുമ്പോഴൊക്കെയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുമ്പോഴോ അപ്പൊ കാണാതാവുമ്പോഴോ ആണ് നമ്മ കോഡ് ബ്രൗൺ ആക്ടിവേറ്റ് ചെയ്യുന്നത്. When a patient missing from a patient care unit or outpatient clinic and it suspected that the patient has been abducted or is lost, conduct a unit search. എന്ത് ചെയ്യുക, ഒരു പേഷ്യന്റിനെ നമ്മ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റിൽ നിന്നോ അല്ലെ, അതല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്നോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയാസിൽ നിന്ന് കാണാതാവുക, ഇലോപ്പഡാവുകയാണ് അല്ലെ, എന്താണ് ഓടിപ്പോവുക, അതല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുക, അതല്ലെങ്കിൽ മിസ്സാവുക, ലോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെയുള്ള എല്ലാവരും കൂടി ഇങ്ങോട്ട് ഒരു യൂണിറ്റ് സെർച്ച് നടത്തണം അല്ലെ. ആ സമയത്തുള്ള ആളുകളൊക്കെ കൂടി ഒരു യൂണിറ്റ് സെർച്ച് നടത്താറില്ലേ? നടത്തോ? ഒരാളെ മിസ്സായി എന്ന് പറയുമ്പോഴേ എല്ലാവരും കൂടി ഒരു തെരച്ചിൽ നടത്താറില്ലേ? അതാണ് പറയുന്നത്. എന്താണ്, ഇങ്ങനെ ഒരാളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഓടിപ്പോയിട്ടുണ്ടെന്ന് അറിയുമ്പോ അവിടെ ആ ഒരു ഏരിയസിലുള്ള, ചിലപ്പോ പേഷ്യന്റ് കെയർ ഏരിയാസിലാവാം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഏരിയാസിലാവാം. അപ്പൊ അവിടെയുള്ള എല്ലാവരും കൂടി ഒരു യൂണിറ്റ് സെർച്ച് നടത്തുക. കൂടാതെ എന്താണ്, ഇഫ് ദ പേഷ്യന്റ് ഡസ് നോട്ട് റിട്ടേൺ, എന്നിട്ട് കുറച്ചു നേരമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടും ആ പേഷ്യന്റ് തിരിച്ചു വന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, ആസ്ക് ദ ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് കോഡ് ബ്രൗൺ. അപ്പൊ ടെലിഫോൺ ഓപ്പറേറ്ററെ വിളിച്ച് കണ്ടിട്ട് കോഡ് ബ്രൗൺ ഇനിഷ്യേറ്റ് ചെയ്യാനായി, അലേർട്ട് കൊടുക്കാനായി പറയുക. നോട്ടിഫൈ സെക്യൂരിറ്റി ആൻഡ് പ്രൊവൈഡ് എ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ്, ക്ലോത്തിങ് വേൺ ബൈ ദ പേഷ്യന്റ് വെൻ ലാസ്റ്റ് സീൻ അല്ലെ. എന്താണ് നമ്മ പറയാറുണ്ട്, ഒരു ആളെ കാണാതായി നമ്മ എന്ത് ചെയ്യും, ആ പേഷ്യന്റിനെ കുറിച്ച് ആ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ടോ കാണാതാവുന്ന സമയത്ത് അല്ലെ? ഏത് കളർ ഡ്രസ്സാണ് ഇട്ടിരുന്നത് അല്ലെ, ആളുടെ സ്കിൻ കളർ എന്താണ് അല്ലെ, ആൾക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് അല്ലെ, പറയാറുണ്ടോ ഇല്ലേ? ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയാറില്ലേ? ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടും ആണ് ഇട്ടിരുന്നത് അല്ലെ, അല്ലെങ്കിൽ ജീൻസും ബനിയനാണ് ഇട്ടിരുന്നത് അല്ലെ, ആള് വെളുത്തിട്ടാണ് അല്ലെ, അധികം വണ്ണമില്ലാത്ത പ്രകൃതമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി സ്റ്റാഫിനെ വിളിച്ചും കണ്ടിട്ട് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുക്കുക, കാണാതാവുന്ന സമയത്ത് ഏത് കളർ ഡ്രസ് ആണ് ധരിച്ചത്. പിന്നെ എന്താണ്, നോട്ടിഫൈ SMA ഓൺ കോൾ ഗസ്റ്റ് റിലേഷൻ മാനേജർ. SMA എന്ന് പറഞ്ഞാല് സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്.
എന്ന് വെച്ചാൽ ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് പറയുന്ന വേറൊരു പേരാണ് SMA. അപ്പൊ നമ്മുടെ SMA യോ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ ഓഫീസറെയോ വിവരം അറിയിക്കുക. ക്ലിയർ ആയോ? ആ ഒരു സെക്ഷൻ ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ. നഴ്സിംഗ് സൂപ്പർവൈസർ, സോറി ട്ടോ. നെക്സ്റ്റ് പറയുന്നത് നോട്ടിഫൈ ദ, നമ്മ എന്ത് ചെയ്യണം? ഒരു പേഷ്യന്റിനെ കാണാതായിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ കൺസൾട്ട് ചെക്കപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടർ വിവരം അറിയിക്കണോ? ആദ്യം തന്നെ അപ്പൊ നോക്കിയേ, നോട്ടിഫൈ ദ പേഷ്യൻസ് അറ്റൻഡിങ് ഫിസിഷ്യൻസ് ഓർ ഓൺ സ്റ്റാഫ് ഓൺ കോൾ അല്ലെ. എന്താണ്? പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ, ഫിസിഷ്യനെയോ അല്ലെങ്കിൽ സ്റ്റാഫിനെയോ വിവരം അറിയിക്കുക. നോട്ടിഫൈ ദ നഴ്സിംഗ് സൂപ്പർവൈസർ ഓൺ ഡ്യൂട്ടി അല്ലെ. എന്താണ്? ആ സമയത്ത് ഏത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണോ ഡ്യൂട്ടിയിലുള്ളത് അവരോട് പറയണം അല്ലെ. പിന്നെ എന്താണ്? നോട്ടിഫൈ ഫാമിലി ആസ് അപ്രോപ്രിയേറ്റ്, എന്താണ്? ഉചിതമായ രീതിയിൽ അവരുടെ ഫാമിലിയേഴ്സിനോട് പറയാ. ദ നഴ്സിംഗ് സൂപ്പർവൈസർ വിൽ കോൺടാക്ട് ദ അഡ്മിനിസ്ട്രേഷൻ ഓൺ കോൾ. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് വിളിച്ചു പറയുന്നു അല്ലെ. ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് വിളിച്ചു പറയുന്നു. The administration on call will contact the police for a notification. അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്നാണ് ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റിനെ, ഒരു അഡൾട്ടിനെ കാണാതായിട്ടുണ്ടെന്ന് വിളിച്ചു പറയുന്നത് എവിടെ നിന്നാണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്നാണ്. ക്ലിയർ ആയോ? ആണോ? നെക്സ്റ്റ്, social work or nursing staff will assist the patient's family members and the staff during the crisis അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ റിലേറ്റീവ്സിന്, നമ്മുടെ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോ എവിടെ വെച്ചാണെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലേ? ആണോ? അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? അവരുടെ റിലേറ്റീവ്സിന് ഒരു മാനസിക സപ്പോർട്ട് കൊടുക്കണോ? എത്രയും വേഗം നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലെ വർക്കിങ്ങിലുള്ള എന്താണ് സോഷ്യൽ വർക്കേഴ്സോ അതല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫ് എന്ത് ചെയ്യുക? പേഷ്യന്റിന്റെ ഫാമിലിയെ അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. പിന്നെ എന്താണ്? അപ്പോൾ ലൊക്കേറ്റിംഗ് ദ പേഷ്യന്റ്, പിന്നെ എന്താണ്? ആ പേഷ്യന്റ് എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എന്ത് ചെയ്യാം? നോട്ടിഫൈ ദ ഇൻചാർജ് നഴ്സ് ആൻഡ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ എന്നാണ്. NSG അല്ല, നഴ്സിംഗ് സൂപ്പർവൈസർ. കറക്റ്റ് ചെയ്യുക. NSG എന്നുള്ളത് നഴ്സിംഗ്. ഈ എന്താണ്? നമ്മുടെ ഇൻചാർജിലുള്ള നേഴ്സോ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറോ എന്താണ്? The patient has been located and a description the patient's status. എന്താണ്? ആ ഒരു നഴ്സിംഗ് സൂപ്പർവൈസറോ അല്ലെങ്കിൽ ഇൻചാർജിലുള്ള നേഴ്സോ വിളിച്ചിട്ട് പേഷ്യൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ കറണ്ട് സ്റ്റാറ്റസ് അല്ലെ, അവര് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, പോലീസ് കണ്ടെത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് പറയുക. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസർ വിളിച്ചിട്ട് എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേഷനെ വിളിച്ച് പറയില്ലേ. വിൽ നോട്ടിഫൈ ദ അഡ്മിനിസ്ട്രേഷൻ ഓൺ കോൾ റിഗാർഡിംഗ് ദ റിട്ടേൺ സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യന്റ്. എന്താണ്? നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷനിൽ വിളിച്ച് കണ്ട് നമ്മുടെ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ റിട്ടേൺ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ദ ഇൻചാർജ് നഴ്സ് വിൽ കോൺടാക്ട് ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഓർ കോൾ ഹൗസ് സ്റ്റാഫ് ദാറ്റ് പേഷ്യന്റ് ഹാസ് റിട്ടേൺ ടു ബി to the unit. പിന്നെ എന്താണ്? നമ്മ ആദ്യം തന്നെ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഡോക്ടർ പേഷ്യന്റിനെ കാണാതെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? കണ്ടെത്തി കഴിഞ്ഞാൽ ഡോക്ടർ വിളിച്ച് പറയണ്ടേ? ഡോക്ടറെ വിളിച്ച് പറയണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഈ നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്കും കൂടാതെ എന്താണ്? ഈ പേഷ്യന്റിനെ നോക്കുന്ന ഡോക്ടേഴ്സിനെ വിളിച്ച് പറയുന്നു. SS and document the patient status അല്ലെ. പിന്നെ എന്താണ്? കൂടാതെ പേഷ്യൻസിന്റെ ആ ഡോക്യുമെന്റ്സിനെ കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് വന്നതാണ്. ടേബിള് മാത്രം തീർന്നുള്ളൂല്ലോ. ഒന്ന് വായിച്ചു നോക്കി. ടേബിള് മാത്രമല്ല നമ്മുടെ ചാപ്റ്റർ മൊത്തം ഒന്ന് വേഗം നോക്കി ഒന്ന്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കി.
ഫുള്ള് പഠിക്കണ്ട. മിസ് പറഞ്ഞില്ലേ, നമുക്കറിയാം ക്രെഡ് എന്ന് പറയുമ്പോ എന്താണ്? ക്രെഡ് എന്ന് പറയുമ്പോ ടി ആണ് അല്ലെ, ടി അല്ലേ? അപ്പൊ നമുക്ക് ചോദിക്കാം. പിന്നെ എന്താണ് ഫയറുമായി ബന്ധപ്പെട്ട് ഏത് പ്രോട്ടോകോൾ ആണ് ഹോസ്പിറ്റൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ റൈസ് പ്രോട്ടോകോള് ഏത് കോഡുമായി ബന്ധപ്പെട്ടാണ്? അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. അല്ലാണ്ട് ഈ ഉള്ളിലുള്ളതൊന്നും ചോദിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ കോഡ് ബ്ലൂ എന്തുമായി ബന്ധപ്പെട്ടാണ് അലേർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ കോഡ് പിങ്ക് ഏത് സമയം ഹോസ്പിറ്റലില് ഏത് സമയത്താണ് അലേർട്ട് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കെമിക്കൽ സ്പില്ലേജുമായി ബന്ധപ്പെട്ട് ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്തായാലും ബോക്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ രീതിയിലായിരിക്കും. അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക, മാറിപ്പോകാതെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിങ്കും ബ്രൗണും കമ്പയർ ചെയ്യാലോ. പിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫാന്റിനെയോ അല്ലെങ്കിൽ ചൈൽഡിനെ മിസ്സാവുന്ന സമയത്ത്. കോഡ് ബ്രൗൺ എന്താണ്? അഡൾട്ടിനെ മിസ്സാവുന്ന സമയത്ത് അല്ലെ. പിന്നെ റെഡ് എന്ന് പറയുന്നത് എന്താണ്? തീയുമായി ബന്ധപ്പെട്ട് അല്ലെ, ഫയറുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. പിന്നെ കോഡ് യെല്ലോ മേജർ നോക്കിക്കൂട്ടാ. അപ്പൊ എന്താണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. കോഡ് ഓറഞ്ച് എന്ന് പറയുമ്പോ എന്താണ്? കെമിക്കൽ സ്പില്ലേജ് അല്ലെ, അല്ലെങ്കിൽ മെർക്കുറി സ്പില്ലേജ് നടക്കുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. എളുപ്പല്ലേ? ഈ ചാപ്റ്ററിൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗമല്ലേ അത്, ടേബിള് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മിസ് ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് ആണ് കേട്ടോ. മിസ് ഒന്ന് ആ ചാപ്റ്റർ തുടങ്ങണം എന്ന് വിചാരിച്ചു വന്നതാണ്, ക്വാളിറ്റി അഷുറൻസ്. ഓക്കെ. ഈ ചാപ്റ്ററിലൊക്കെ ഒന്നും ഡൗട്ട് ഇല്ല, ഡൗട്ട്സ് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. ആണോ? ക്ലിയർ ആണോ? ആണ്. ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ബാക്കി പുതിയ ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.